അപ്പോൾ ഗൈസ് നമ്മളെ വണ്ടി ഫുൾ കംപ്ലൈൻ്റ് ആണ്. നമുക്ക് ഈ സൈഡിൽ ഒതുക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴക്കൂട്ടത്താണ്. നമുക്ക് അടുത്തൊരു ബസ് കിട്ടണമെങ്കിൽ കൊല്ലത്ത് പോകണം. ലൂമിനസിൻ്റെ ബസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളെ വണ്ടി ഇവിടെ സൈഡിൽ റോഡിൻ്റെ സൈഡാണ് ഒതുക്കിയിരിക്കുന്നത്. കാരണം വണ്ടി ഫുൾ കംപ്ലൈൻ്റ് ആണ്. നിങ്ങൾ കണ്ടില്ലേ, സൈഡെല്ലാം ഫുൾ പണിയാണ്. അപ്പോൾ വണ്ടി നമുക്ക് സ്റ്റാർട്ട് ആവത്തില്ല. സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ട്. വണ്ടി ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ലൂമിനസിൻ്റെ അസുര എന്ന് പറയുന്ന ബസ് നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബസ് ഇവിടെ വരത്തില്ല. നമ്മൾ കുറച്ച് ഇതിൻ്റെ അപ്പുറത്ത് ഒരു ഗ്യാരേജ് ഉണ്ട്, അവിടെ നമ്മൾ പോകണം. അപ്പോൾ ആ ബസ് അവിടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ യാത്രക്കാരെയും കയറ്റി ഒരു പ്രൈവറ്റ് ബസ് ഇപ്പോൾ ഇതുവഴി വല്ല വരെയാണെങ്കിൽ അത് കാണിച്ച് നമുക്ക് യാത്രക്കാരെല്ലാം പ്രൈവറ്റ് ബസ്സിൽ കയറി നേരെ ആ ഗ്യാരേജിലോട്ട് പോകാം. കൊല്ലത്താണ് ബസ്സുള്ളത്, അവിടെ പോകണം. അവരെ ഓഫീസിൻ്റെ അടുത്താണ് ബസ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് ബസ് പിടിച്ച് നേരെ കൊല്ലത്തോട്ട് പോകാം. ഏതായാലും ബസ് വരും നോക്കി നോക്കാം. അതുകൊണ്ട് ആ പ്രൈവറ്റ് ബസ് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ ബസ്സിലോട്ട് കയറി പോവാം. ചേട്ടാ, നമ്മളെ വണ്ടിയിൽ ഒരു 30 യാത്രക്കാരുണ്ട്. നമ്മൾ ആ ബസ്സിൽ കയറുമല്ല, സീറ്റ് ഒഴിവുണ്ടല്ലോ. സീറ്റൊക്കെ ഒഴിവുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം പെട്ടെന്ന് വണ്ടി കയറിക്കോളൂ. എവിടെയാണ് പോകുന്നത്? കൊല്ലത്തല്ലേ? കൊല്ലത്തങ്ങ് പോവാം. അപ്പം പെട്ടെന്ന് ആൾക്കാർ കയറിക്കോളൂ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ആ ബസ്സിൽ കയറിക്കോളൂ. നമുക്ക് ഈ ബസ്സിൽ കയറി നേരെ കൊല്ലത്ത് പോയി ഇറങ്ങണം. അപ്പോൾ അവിടെയാണ് ലൂമിനസിൻ്റെ അസുര എന്നുള്ള ബസ്സുള്ളത്. അപ്പോൾ അതിൽ കയറി നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം. കാരണം നമ്മളെ ഈ വണ്ടി പോകത്തില്ല, ഫുൾ കംപ്ലൈൻ്റ് ആണ്. ഇതെന്തായാലും ഇവിടെ കിടക്കട്ടെ ബസ്, കാരണം വർക്ക്ഷോപ്പിൽ നിന്ന് ആൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേട്ടന്മാരെ എല്ലാവരും പെട്ടെന്ന് കയറിക്കോളൂ, ആ ബസ്സിൽ പോവാം. ഒരു കല്യാണത്തിന് ഒരു ബസ് ബുക്ക് ചെയ്തത് ഇത്രയും വലിയ പണിയായല്ലോ. കല്യാണത്തിന് നമ്മളവിടെ 11 മണിക്ക് മുമ്പ് ഇവിടെ എത്താനുള്ളതാണ്. നിങ്ങൾ കാരണം നമ്മളെ സമയം നഷ്ടം എല്ലാം കൊണ്ട് വലിയ പ്രശ്നങ്ങളാണ്. നിങ്ങളൊക്കെ നോക്കി പറ്റിക്കയില്ല നമ്മളെ സമയം നഷ്ടം. ചേട്ടാ, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. വണ്ടിയല്ലേ, എപ്പോൾ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. പെട്ടെന്ന് വണ്ടി കയറൂ ചേട്ടാ. ഇവിടെ പെട്ടെന്നൊക്കെ പോകാൻ പറ്റുമല്ല, ഒന്ന് പെട്ടെന്ന് ഫാസ്റ്റ് ആക്കടേ. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നിൽക്കാതെ നിങ്ങളെല്ലാം പെട്ടെന്ന് കയറിക്കോളൂ. അതെല്ലാം ഓക്കെ, ഞാൻ കൃത്യസമയത്ത് എത്തിച്ചിരിക്കും. അണ്ണന്മാരെ ചേച്ചിമാരെ പെട്ടെന്ന് കയറിക്കോളൂ. നിങ്ങളെ കൃത്യം സമയത്ത് ഞാൻ 11 മണിക്ക് നിങ്ങൾക്ക് മുഹൂർത്തം. അതിന് മുമ്പേ നമ്മളിവിടെ എത്തിച്ചിരിക്കും. നമ്മൾ 1 മണിക്ക് മുമ്പ് എത്തിച്ചിരിക്കും. പോരെ, നമ്മൾ കൃത്യം അവിടെ ഒരു 9:30 ഞാൻ എത്തിച്ചിരിക്കും. അപ്പം അണ്ണന്മാരെ ചേച്ചിമാരെ കുട്ടികളെ എല്ലാവരും പെട്ടെന്ന് കയറിക്കോളൂ. ഡേ, പറച്ചിൽ മാത്രം പോരാ, നീ കൃത്യസമയത്ത് എത്തിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഇവരെ വാങ്ങി എന്നുള്ള തെറിവിളിയൊക്കെ ഞാനായിരിക്കും കേൾക്കുന്നത്. അതുകൊണ്ട് നീ ഒന്ന് സ്പീഡിൽ തന്നെ പോണേടേ. അതെന്ത് ചോദ്യമാണെന്നാ? ഞാൻ കൃത്യസമയത്ത് തന്നെ എത്തിച്ചിരിക്കും. നിങ്ങളൊന്നും മിണ്ടാതിരിക്കും. ഓ ശരിയടേ.
അപ്പോൾ ഗൈസ് നമ്മളെ ബസ് ഇവിടെയാണ് ഒതുങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ദീപ് കൊണ്ടിട്ട് ചോദിച്ചു നോക്കാം പണി എന്തരായെന്ന്. കാരണം അയാൾ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കാം. നമുക്കിപ്പോൾ ബസ്സിനിപ്പോൾ എത്ര രൂപയായിരിക്കും? ഇതിൽ ഏകദേശം എന്തൊക്കെ പണികളുണ്ട്? നമുക്കിനി എത്ര രൂപയാകും ചിലവ്? കാരണം വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊന്നും ആവുന്നില്ല, ഫുൾ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതെന്തിനാണെന്ന് നോക്കിയിട്ട് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ എന്തായാലും നോക്കിയിട്ട് നിൻ്റെ അടുത്ത് കറക്റ്റ് ഞാൻ പറയാം. കാരണം നമുക്കിത് ആഴ്ചയെല്ലാം ഫുൾ പണിയണം. വണ്ടി ഇപ്പോൾ നല്ല ഇടി ഇടിച്ചപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ അതൊക്കെ നല്ല കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇളക്കി നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. വണ്ടി ഇടയ്ക്കിടയ്ക്ക് നിൽക്കുകയില്ലേ, വണ്ടി സ്റ്റാർട്ടിങ് പ്രോബ്ലം അല്ലേ. നമുക്ക് നോക്കണം, നമുക്ക് എന്തെങ്കിലും റെഡി കഴിക്കാൻ തന്നെ വിളിക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റ് പറഞ്ഞാൽ മതി. എത്ര രൂപയാവും നോക്കിയിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും പോയി കഴിക്കാം. അപ്പോൾ ഈ പുറത്തൊന്നും ഇറങ്ങാൻ വയ്യ. നിങ്ങൾ ചായയും വടയും എന്തെങ്കിലും വാങ്ങിച്ചാൽ മതി. ബ്രോ ഒരു 30 ചായ, പിന്നെ അതുപോലെ ഒരു 30 ഉണ്ടമ്പൊരി പെട്ടെന്ന് എടുത്തോളൂ. നമ്മളെ ബസ് പെട്ടെന്ന് നമുക്ക് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കല്യാണമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവിടെ എത്തിക്കാനുള്ളതാണ്. ആൾക്കാരെ വന്ന് പെട്ടെന്ന് എടുത്തോളേ, ഫാസ്റ്റ് ആയിക്കോ. ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ ബസ്സിൽ പോയി നമ്മളങ്ങോട്ട് നന്നാക്കാം. ഓക്കെ, ശരി. ഞാൻ പൈസ നിങ്ങളെ ഗൂഗിൾ പേയിൽ അയച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ.
അപ്പോൾ നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് ഇറങ്ങിക്കോളൂ. എന്നിട്ട് പെട്ടെന്ന് വണ്ടി കയറുക. നമുക്ക് അടുത്ത ട്രിപ്പ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങളെ പെട്ടെന്ന് തിരുവനന്തപുരത്ത് കൊണ്ടാക്കിയിട്ട് വേണം എനിക്ക് അടുത്ത ട്രിപ്പ് എടുക്കാൻ. ഞാൻ കല്യാണ ടീമിലുള്ള അവർക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ വേറെ ബസ് അറേഞ്ച് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബസ് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ റോളക്സ് എണ്ണം പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ പെട്ടെന്ന് വണ്ടി എടുത്ത് നമ്മളിങ്ങ് വന്നത്. അല്ലെങ്കിൽ നമ്മൾ വരത്തില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കയറിയിട്ട് പെട്ടെന്ന് കയറുക. എനിക്ക് അടുത്ത ട്രിപ്പ് എടുക്കാനുള്ളതാണ്.